ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു USS സീരീസ്. ഇന്ന് നമ്മൾ ഗണിതത്തിലെ സമാന്തര വരകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അടുത്തൊരു ചോദ്യമായിട്ടാണ് വന്നത്. സോ നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം AB എന്ന് പറഞ്ഞ ലൈനും M എന്ന് പറഞ്ഞ ലൈനും പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകളാണ്. ദെൻ നമുക്ക് ആംഗിൾ B 35 ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ N 20 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞത് ഫൈൻഡ് ആംഗിൾ ആംഗിൾ BO എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് നോക്കാം. ഈ ഒരു ചോദ്യം ചെയ്യാൻ ആദ്യം നിങ്ങൾ ഈ ഒരു ചിത്രം മനസ്സിലാക്കാം. ഇവിടെ ഒരു Z ആണല്ലേ ചിത്രത്തിൽ, നമുക്കൊരു Z കാണാം. ഇതിൽ ആംഗിൾ X, മുകളിലുള്ള ആംഗിൾ X എന്ന് പറയുന്നതും അടിയിലുള്ള ആംഗിൾ X എന്ന് പറയുന്നതും സെയിം ആണ്, ഒന്ന് തന്നെയാണ്. കാരണം ഇതാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക. ഞാനിവിടെ ABക്കും MNനും പാരലായിട്ട് വേറൊരു ലൈൻ വരച്ചു. അതായത് ഓയിലൂടെ പാസ് പോയിന്ന ഈ ഒരു ഗ്രീൻ കളർ ലൈൻ കണ്ടില്ലേ, അത് വരച്ചു. നമുക്കിപ്പോൾ ഈ ചിത്രത്തിൽ ഒരു Z കാണാം അല്ലേ, ഞാൻ ബ്ലൂ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് കളറിലുള്ള 35 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. അത് 35 ആണെങ്കിൽ നമുക്ക് താഴെയും 35 കിട്ടിയില്ലേ, അത് രണ്ടും സെയിം ആയിരിക്കും. കാരണം അതെന്താണ്, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ 35 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചിത്രത്തിൽ താഴെയും ഒരു Z കാണാം, യെല്ലോ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ 20 എന്ന് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തത് നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നതാണ്. ഇത് 20 ആണെങ്കിൽ ഇതിന് നേരെ മുകളിൽ ഫോം ചെയ്യുന്നതും ആംഗിൾ 20 ആയിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആംഗിൾ O കിട്ടിയില്ലേ. ആംഗിൾ O എന്ന് പറയുന്നത് 35 കൂട്ടണം 20 അല്ലേ, അതായത് 55. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചത് ആംഗിൾ O എത്രയാണെന്നാണ്. ഉത്തരം 55 ഡിഗ്രി എന്നാണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. USS ആയി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതൊക്കെ കാണുക. സോ ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.